അതേസമയം തന്നെ ഈ കൊച്ചി തീരത്ത് MSC എൽസ 3 എന്ന ഈ കൂറ്റൻ ചരക്ക് കപ്പൽ ചരിയുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്നുള്ള മത്സ്യത്തൊഴിലാളി രഞ്ജിത്ത് പകർത്തിയ ദൃശ്യങ്ങളാണിത്. രഞ്ജിത്താണ് കപ്പൽ ചരിയുന്നത് ആദ്യമായി കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് ശനിയാഴ്ച ഉച്ചയോടുകൂടിയിട്ടാണ് ഇത്തരത്തിൽ ലൈബീരിയൻ ചരക്ക് കപ്പൽ കൊച്ചി തീരത്തിനടുത്ത് വെച്ച് അടിഭാഗം തകർന്ന് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ചരിയുകയാണ് ഉണ്ടായത്. കൊല്ലത്ത് നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പകർത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് പരാജയപ്പെടുകയായിരുന്നു. കപ്പൽ പൂർണ്ണമായും തകർന്ന് മുങ്ങിത്താഴ്ന്നു ഇന്നലെയോടുകൂടി. അതേസമയം ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ അതിപ്പോൾ കൊല്ലം ആലപ്പുഴ തീരത്തേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയുടെ തീരത്തേക്ക് 2 കണ്ടെയ്നറുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ വന്നതിനകത്ത് നിന്ന് ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകൾ പുറത്തേക്ക് വന്നതൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ടെക്സ്റ്റൈൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ് എന്നുള്ളതാണ് പ്രാഥമികമായും നൽകുന്ന വിവരം. ഇതിപ്പോൾ കടലിൽ പതിച്ചിട്ടുള്ള എല്ലാ കണ്ടെയ്നറുകളിലും രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കളല്ല, അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട വസ്തുക്കളല്ല എല്ലാ കണ്ടെയ്നറുകളിലും ഉള്ളത്. പല തരത്തിലുള്ള വസ്തുക്കൾ പല പല കണ്ടെയ്നറുകളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ ആലപ്പുഴ വലിയഴീക്കലിൽ വന്നിട്ടുള്ള കണ്ടെയ്നറിൽ ഇത്തരത്തിലുള്ള ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകളുള്ള ഒരു കണ്ടെയ്നറാണ് വന്നിട്ടുള്ളത്. തുണിത്തരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശങ്കപ്പെടേണ്ട മറ്റ് സാഹചര്യമില്ല. പക്ഷെ പൊതുജനങ്ങളെ ഈ മേഖലയിലോട്ട് അടുപ്പിക്കുന്നില്ല. പോലീസ് അടക്കമുള്ള അധികൃതർ അവിടെയുണ്ട്. വിശദമായി നോക്കാം. കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ വിവിധ ഇടങ്ങളിൽ അടിയുകയാണ്. കൊല്ലം തീരത്ത് ഇതുവരെ 13 കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞു. 12 എണ്ണം തീരത്തോട് ചേർന്ന് കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി, ആലപ്പാട്, നീണ്ടകര, ശക്തികുളങ്ങര മേഖലയിലാണ് കണ്ടെയ്നറുകൾ എത്തിയത്. ഒഴിഞ്ഞ കണ്ടെയ്നറാണ് തീരത്ത് അടിഞ്ഞത്. പിന്നാലെ ആലപ്പുഴ കൊല്ലം അതിർത്തിയായ വലിയഴീക്കലും കണ്ടെയ്നർ കണ്ടെത്തി. കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ഓറഞ്ച് നിറത്തിലെ ബോക്സുകളും കരക്കടിഞ്ഞു. ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം തീരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതേസമയം കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണപ്പാട പടരുന്നത് ചെറുക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ശ്രമം തുടരുകയാണ്. പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷൻ സംവിധാനമുള്ള കോസ്റ്റ് ഗാർഡ് കപ്പൽ ICGS സക്ഷമാണ് എണ്ണപ്പാട പടരുന്ന സാഹചര്യം നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്നത്. 640 കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ ഹാനികരമായ വസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഉണ്ട്. വിനീഷ്, ശരണ്യ സ്നേഹജൻ, ഡാനി പോൾ എന്നിവർ ചേരും നമുക്കൊപ്പം വിവരങ്ങളുമായി. ആദ്യം കൊല്ലത്തേക്കാണ് പോകുന്നത്. വിനീഷ് ഉണ്ട്. വിനീഷ്, 13 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കൊല്ലത്തെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞിട്ടുള്ളത്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏത് തരത്തിലാണ്? വിദഗ്ധ സംഘം അടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? തീർച്ചയായും കരുനാഗപ്പള്ളി ചിറയഴീക്കൽ തീരത്താണ് കണ്ടെയ്നർ രാത്രിയിൽ ആദ്യം കണ്ടത്. ഇന്ന് പുലർച്ചെ
ചവറ ആൽത്തങ്ങോട് ഭാഗത്തും നീണ്ടകുളങ്ങരയിലുമായിട്ട് കണ്ടെയ്നറുകൾ അടിയുകയായിരുന്നു. അങ്ങനെ ഏകദേശം 13 എണ്ണമാണ് ഇപ്പോൾ അടിഞ്ഞിരിക്കുന്നത്. ആലപ്പാട് ചെറിയ നീണ്ടകര പരിമണം ചേർത്താണ് മൂന്നാമത്തോട്ടിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. അറബിക്കടൽ വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് 13 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ വിവിധ തീരങ്ങളിലായി അടിഞ്ഞിട്ടുള്ളത്. 12 എണ്ണം കടലിന്റെ തീരത്തിന് സമീപത്തായി കടലിൽ ഒഴുകി നടക്കുകയാണ്. ഈ കണ്ടെയ്നറുകളിൽ നിന്ന് ഇത്തരത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകൾ പുറത്തേക്ക് വന്ന സാഹചര്യം കൂടിയുണ്ട്. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ശരണ്യ, ആദ്യം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്ന മുന്നറിയിപ്പ് കൊല്ലം ആലപ്പുഴ തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കൊല്ലം തീരത്ത് 13 എണ്ണം എത്തിയിട്ടുണ്ട്. ആലപ്പുഴയുടെയും കൊല്ലത്തിന്റെയും അതിർത്തി പ്രദേശമായ വലിയഴീക്കലിലും കണ്ടെയ്നർ കണ്ട സാഹചര്യം എന്താണ്? ആലപ്പുഴ തീരങ്ങളിൽ നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം, അവിടെ നടക്കുന്ന പ്രവൃത്തികൾ, മുന്നൊരുക്കങ്ങൾ, അതൊക്കെ ഏത് തരത്തിലാണ്? ആലപ്പുഴയുടെ വലിയഴീക്കൽ തീരത്താണ് ഇപ്പോൾ ഒരു കണ്ടെയ്നർ അടിഞ്ഞിട്ടുള്ളത്. ആറാട്ടുപുഴ തീരത്തോട് ചേർന്നാണ് ഈ കണ്ടെയ്നർ കല്ലിൽ ഇടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. തറയിൽക്കടവ് ഭാഗത്തായാണ് പുലർച്ചെ ആദ്യം നാട്ടുകാർ കണ്ടെയ്നർ കണ്ടത്. പിന്നീട് അത് കടലിൽ ഒഴുകി നടക്കുന്ന രീതിയിലായിരുന്നു. പിന്നീട് അത് കടവ് ഭാഗത്തായി അവിടെ നിന്ന് നീങ്ങി ആറാട്ടുപുഴ തീരത്ത് അടിയുകയായിരുന്നു. ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. 2 കണ്ടെയ്നറുകൾ ഒരുമിച്ച് യോജിപ്പിച്ച രീതിയിലായിരുന്നു കണ്ടത്. ഈ കൊട്ടിച്ചേർത്ത നിലയിലുള്ള കണ്ടെയ്നറുകൾ അവിടെയുള്ള ഈ കടലിന്റെ ഭിത്തിയിൽ ഇടിച്ച് തന്നെ തകർന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഓറഞ്ച് കളറിലെ ഒരു തുണി കൊണ്ടുപോലെ പൊതിഞ്ഞ ബോക്സുകളാണ് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഇത് ഒരു ബൾഗേറിയൻ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളാണ് ഉള്ള കണ്ടെയ്നറാണ് അടിഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും മറ്റ് അപകടകരമായ സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളൊരു വിലയിരുത്തൽ, പ്രാഥമികമായ ഒരു വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. ഇപ്പോഴും ആ കല്ലിൽ ഉറച്ച നിലയിലാണ്, കരയോട് ചേർന്നാണ് ഇപ്പോൾ കണ്ടെയ്നർ ഉള്ളത്. ഒപ്പം തന്നെ ഇത് ഈ ഒഴുകി നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഓറഞ്ച് കളറിലെ ബോക്സുകൾ, ഇതിനകത്ത് നിന്നും ഓറഞ്ചും വെള്ളയും നിറം കലർന്ന ബോക്സുകൾ ഇതിനകത്ത് നിന്ന് ഒഴുകി കണ്ടെയ്നർ പൊട്ടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം കടൽ ഭിത്തിയുള്ള ഭാഗത്ത് വന്ന് ഇടിച്ചാണ്, പ്രത്യേകിച്ച് കടൽ ഭിത്തിയും ഒപ്പം തന്നെ പുലിമുട്ടുകളുമുള്ള ഭാഗങ്ങളാണ് അവിടെ ഇടിച്ച് തകർന്ന നിലയിലാണ് ഇത് വന്നിരുന്നത്. സോഫി ടെക്സ് എന്നാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത്. അതായത് ഈ വെളുത്ത ഈ കണ്ടെയ്നറുകളുടെ പുറത്തായി സോഫി ടെക്സ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അതായത് തുണി നിർമ്മാണവുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളാണെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും 100 കണക്കിന് ആളുകളാണ് ഈ സംഭവം കണ്ടെയ്നറുകൾ വന്ന് അടിഞ്ഞതിനെ തുടർന്ന് ഈ പരിസരത്തേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ പോലീസ് സംഘം ഇവിടെ എത്തി കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആളുകളെ വരുന്നത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിലെ കാര്യങ്ങൾ പങ്കുവെച്ചത്. അവിടെ വലിയഴീക്കൽ തീരത്തേക്കാണ് ഒരു കണ്ടെയ്നർ, 2 കണ്ടെയ്നറുകൾ കൂട്ടി യോജിപ്പിച്ച തരത്തിലായിരുന്നു. അതിൽ നിന്ന് ഓറഞ്ച് നിറത്തിലുള്ള ബോക്സുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. എല്ലാ കണ്ടെയ്നറുകളിലും ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കളല്ല. ഇതിപ്പോൾ ടെക്സ്റ്റൈൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട കണ്ടെയ്നറുകൾ, ബോക്സുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടെ പോലീസ് അടക്കമുള്ള അധികൃതർ എത്തിയിട്ടുണ്ട്. മറ്റ് പൊതുജനങ്ങളെ ഒന്നും ആ പ്രദേശത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. കൊച്ചിയിലേക്ക് പോകാം. ഡാനി പോൾ ഉണ്ട് അവിടെ നിന്ന്. ഡാനി, കൊച്ചി തീരത്തിന് സമീപമാണ് ഈ ചരക്ക് കപ്പൽ മുങ്ങിയത്. അവിടെ ഈ എണ്ണപ്പാട പടരുന്നത് വലിയൊരു ആശങ്കയായി, പാരിസ്ഥിതിക പ്രശ്നമായി ഒക്കെ കണക്കാക്കുന്ന സാഹചര്യമാണ്. ഈ എണ്ണപ്പാട പടരുന്നത് ചെറുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ആര്യ, ഇതിൽ പ്രധാനമായും ഇടപെടുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവർ നടത്തുന്ന ശ്രമങ്ങൾ അത് ഇപ്പോഴും തന്നെ തുടരുന്നു എന്നതാണ്. ഈ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ, ഇത് ചെറുക്കുവാനുള്ള സംവിധാനങ്ങളുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സക്ഷം എന്ന കപ്പലാണ് ഇവിടെ ഉള്ളത്. അവരാണ് ഈ നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂടുതലായും തന്നെ ചെയ്യുന്നത്. അവരും
വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ഓയിൽ മാപ്പിംഗ് ഉണ്ട് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെയും അതിൻ്റെ ഒരു നിരീക്ഷണം ഹെലികോപ്റ്ററുകൾ നടത്തിക്കൊണ്ട് എത്രമാത്രം അത് വ്യാപനമുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലെല്ലാം തന്നെ വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും അപ്പുറം ഇതിൽ കണ്ടെയ്നറുകളുടെ ഒരു സ്വഭാവത്തിൽ ഏതാണ്ട് 25ഓളം കണ്ടെയ്നറുകളാണ് ഈ ഹാനികരമായത് എന്ന രീതിയിൽ തന്നെ വിലയിരുത്തുന്നത്. അത് എത്രമാത്രം കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നത് കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന ഇനിയും വേണ്ടതാണ്. ഒഴുകിപ്പോയ കണ്ടെയ്നറുകൾ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇപ്പോഴും ഇത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിൽ 12 കണ്ടെയ്നറുകളിൽ ഹാനികരമായ വസ്തുക്കളുണ്ട്, 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ മുഴുവനായിട്ട് തന്നെയും ഈ കടലിലേക്ക് ഒഴുക്കിൽപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും അതിൽ ആധികാരികമായ ഒരു വിലയിരുത്തലുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നടത്തുന്ന ഈ മലിനീകരണം നിയന്ത്രിക്കുവാനുള്ള ഓയിൽ മാപ്പിംഗ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള കാര്യങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ അവർ ഒരേ സമയം ജാഗ്രതയും എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മേഖലകൾ ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോസ്റ്റ് ഗാർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെയും ഇതൊരു കപ്പൽ ചാലാണ്, മറ്റ് കപ്പലുകൾക്കും ഈ മേഖല ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട്, ഈ ഒരു പ്രത്യേക സർഫസ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയതായാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ ഒരു സ്ഥിതി കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കണ്ടെയ്നറുകൾ അത് എങ്ങനെയാണ് അത് ഒഴുക്കിൽപ്പെട്ടത്, അപകടമുണ്ടാക്കുന്നതാണോ അതോ ഇപ്പോഴും അത് തീരത്ത് ഇവിടെ കപ്പലിൽ അവശേഷിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഇന്ന് ഈ കപ്പലിൻ്റെ ഉടമസ്ഥർ അടക്കമുള്ള കാര്യങ്ങൾ നേവി അധികൃതരുമായും കോസ്റ്റ് ഗാർഡ് അധികൃതരുമായും കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇന്നലെ തുടർന്ന് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം ഈ സ്ഥിതിവിശേഷം കൈകാര്യം ചെയ്യുന്നത്. നിരീക്ഷണം തുടരുകയാണ്. തീർച്ചയായും കൊല്ലത്തും ആലപ്പുഴയുടെ തീരത്തുമൊക്കെ കണ്ടെയ്നറുകൾ വന്നടിഞ്ഞപ്പോൾ കൊച്ചിയിൽ ഈ അപകടം നടന്ന മേഖലയിൽ എണ്ണപ്പാട പടരുന്നത് അത് തടയാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ സക്ഷം എന്ന കപ്പലാണ് ദൗത്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ വരും മണിക്കൂറുകളിലൊക്കെ നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തീരങ്ങളിലൊക്കെ അതീവ ജാഗ്രതയാണെങ്കിലും മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.